ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വികാരം ഏതാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അനുഭൂതി ഏതാണ് എന്ന് ചോദിച്ചാൽ, അതിന് നമുക്ക് ഒരേ ഒരു ഉത്തരം മാത്രമേ ഏവർക്കും പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് ആണ് അമ്മയാവുക എന്നുള്ളത്. അത് ഒരു അനുഭവമാണ്. അനുഭവത്തിൽ കൂടുതലായിട്ട് അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഏറ്റവും പരമമായിട്ടുള്ള ഒരവസ്ഥയാണ്. അവാച്യമായിട്ടുള്ള ഒരനുഭൂതിയാണ് അമ്മ എന്ന സങ്കല്പം, അമ്മയാവുക എന്നുള്ള സങ്കല്പം. അപ്പോൾ നമ്മുടെ തൊടുപുഴയിലുള്ള ബ്രിജിത്താമ്മയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു. അമ്മയ്ക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം നീണ്ട 15 വർഷക്കാലം വേണ്ടി വന്നു ഈ അവാച്യമായ അനുഭൂതി, അല്ലെങ്കിൽ അമ്മയുടെ നിറവും ആ മികവും അറിയുവാനായിട്ട്. അമ്മയ്ക്ക് നീണ്ട 15 വർഷക്കാലം വിവാഹത്തിന് ശേഷം കാത്തിരിക്കേണ്ടി വന്നു തൊടുപുഴയിലെ ബ്രിജിത്താമ്മയ്ക്ക് ഒരു അമ്മയാകുവാനായിട്ട്. ഞാൻ ഇന്ന് ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ബ്രിജിത്താമ്മയുടെ കഥയാണ്. ബ്രിജിത്താമ്മയെക്കുറിച്ചാണ്. തൊടുപുഴക്കാരിയായ ബ്രിജിത്താമ്മയുടെ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ സുനുവിൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ലൈക്ക് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. കാരണം ആശ്രയം നഷ്ടപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ അത്താണി നഷ്ടപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ ഒന്ന് തലചായ്ക്കാൻ ഒരു ഇടമില്ലാത്തവർക്ക്, വേദനയുടെയും ദുഃഖത്തിൻ്റെയും അല്ലെങ്കിൽ തീരാത്ത കഠിനമായിട്ടുള്ള മനപ്രയാസത്തിലൂടെയൊക്കെ നടന്നു പോകുന്നവർക്ക് ഒരത്താണി സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അവർക്ക് തലചായ്ക്കാൻ ഒരു ഇടമുണ്ടാക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് ട്രാവൽ വിത്ത് സുനു ഈ ഉദ്യമത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിന് നിങ്ങൾ എൻ്റെ ചാനൽ, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തും സഹായിക്കണം എന്ന ഒരു അപേക്ഷയോട് കൂടിയിട്ട് തുടങ്ങട്ടെ. ഞാൻ പറഞ്ഞു, ബ്രിജിത്താമ്മയ്ക്ക് അമ്മയാകുവാനായി നീണ്ട 15 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എന്ന്. അമ്മ വിവാഹം കഴിഞ്ഞത് 20-ാമത്തെ വയസ്സിലാണെങ്കിലും അമ്മയായത് 35-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അത്രയും തീക്ഷ്ണമായിട്ട്, അത്രയും വളരെ നീണ്ട കാത്തിരിപ്പതിന് ഒടുവിലാണ് അമ്മയായത്. ലോകത്തിലുള്ള സകല ആളുകളും അമ്മയാകാൻ സാധിക്കാത്തവൾ, അല്ലെങ്കിൽ മച്ചിയായിട്ടുള്ള സ്ത്രീ, നിന്നെ എന്തിനു കൊള്ളാം, നീ ഇരുമ്പ് തൂണിനെ പോലെയുള്ളവളല്ലേ, അങ്ങനെയുള്ള പലതരത്തിലുള്ള സമൂഹത്തിൻ്റെ പല തുറകളിൽ നിന്നും, കുടുംബത്തിലുള്ള പല ആളുകളിൽ നിന്നും, ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന്, എല്ലാവരിൽ നിന്നും വളരെ ക്രൂരമായ രീതിയിലുള്ള അവഗണനയും അല്ലെന്നുണ്ടെങ്കിൽ പരിഹാസ ശരങ്ങളും ഏറ്റുവാങ്ങിയതിന് ശേഷമാണ്, നീര് വേദനിച്ചതിന് ശേഷമാണ് ബ്രിജിത്താമ്മയ്ക്ക് അവസാനം ദൈവം 2 പെൺകുഞ്ഞുങ്ങളെ ഒരേപോലെ നൽകി അനുഗ്രഹിച്ചത്. അവരുടെ പേര് ലിൻസി, റിൻസി എന്നുള്ള 2 പെൺകുട്ടികളെയാണ് ബ്രിജിത്താമ്മയ്ക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയത്. ബ്രിജിത്താമ്മ അതീവ സന്തോഷവതിയായിരുന്നു. കാരണം അമ്മയാകാൻ സാധിക്കുകയില്ല എന്ന് വിധി എഴുതിയിട്ട് 15 വർഷക്കാലത്തെ തൻ്റെ നീണ്ട യാതനകൾക്കും പ്രാർത്ഥനകൾക്കും അല്ലെങ്കിൽ കാത്തിരിപ്പുകൾക്കും ഒടുവിൽ 2 കുഞ്ഞുങ്ങളെ ദൈവം വരദാനമായി തന്നതിൽ ബ്രിജിത്താമ്മ അതീവ സന്തോഷവതിയായിരുന്നു. ലോകത്തിന് മുമ്പിൽ ബ്രിജിത്താമ്മ പറഞ്ഞു, ഇതാ നോക്കൂ നിങ്ങൾ, ഞാൻ മച്ചിയല്ല. നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ എനിക്ക് അമ്മയാവാൻ കഴിയാത്ത ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു ജന്മമാണ്, ഞാനൊരു ഉണങ്ങിയ വൃക്ഷമാണ് എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ലോകത്തിന് മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ തൻ്റെ 2 പൊന്നോമനകളെ കാണിച്ചുകൊണ്ട് ബ്രിജിത്താമ്മ പറഞ്ഞു, നോക്കൂ എൻ്റെ പൊന്നോമന മക്കളെ നോക്കൂ, എൻ്റെ മാലാഖ കുഞ്ഞുങ്ങളെ നോക്കൂ, ഇവരാണ് എൻ്റെ സ്വത്ത്, ഇവരാണ് എൻ്റെ സ്വന്തമായിട്ടുള്ള എനിക്ക് ദൈവം തന്ന വരദാനം എന്ന് പറഞ്ഞ് ബ്രിജിത്താമ്മ ഏങ്ങി സന്തോഷം കൊണ്ട് ഏങ്ങി ആ പ്രസവ സമയത്തൊക്കെ ബ്രിജിത്താമ്മ പിന്നെ ആർത്തലച്ച കരയുകയുണ്ടായി. കാരണം ഒരു അമ്മയുടെ വികാരങ്ങൾ, അല്ലെങ്കിൽ ഒരു അമ്മയാകുക എന്നുള്ള എന്താ പറയുക, പുണ്യ പ്രവൃത്തി, അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് അറിയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ബ്രിജിത്താമ്മ തൻ്റെ ആത്മാവിൻ്റെ, തൻ്റെ ജീവൻ തന്നെ കൊടുത്തിട്ടാണ് തൻ്റെ 2 മക്കളെയും പാലൂട്ടി ഓമനിച്ച് താലോലിച്ച് വളർത്തിയത്. അവർക്ക് ചെറുതായിട്ട് അവരുടെ മുഖമൊന്നും വാടിയാൽ, അവരുടെ ടെമ്പറേച്ചറും ഒരു അല്പം ഒന്ന് കൂടിയാൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖത്തിൻ്റെ ലാഞ്ചന വന്നാൽ ബ്രിജിത്താമ്മയുടെ ഹൃദയമല്ല, ബ്രിജിത്താമ്മയുടെ ആത്മാവ് പതറിപ്പോകുമായിരുന്നു, ആത്മാവ് തകർന്നു പോകുമായിരുന്നു. കാരണം തൻ്റെ മക്കളോട്, തൻ്റെ പൊന്നോമനകളോട് അത്രമാത്രം അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ആ സ്നേഹനിധിയായ അമ്മയ്ക്ക്. മക്കളുണ്ടായി. ബ്രിജിത്താമ്മ, ഞാൻ പറഞ്ഞു 35-ാമത്തെ വയസ്സിലാണ് ബ്രിജിത്താമ്മയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. അതിനുശേഷം 10 വർഷത്തിന് ശേഷം ബ്രിജിത്താമ്മയുടെ ഭർത്താവ് മരിച്ചു പോവുകയുണ്ടായി. അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചതിന് ശേഷം, അതായത്
45-ാമത്തെ വയസ്സിൽ തൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ വെറും 10 വയസ്സുള്ള 2 പെൺമക്കളാണ്. എന്നാലും ബ്രീത്താമ്മ ആ അച്ഛനില്ലാത്ത ആ കുറവൊന്നും അറിയിക്കാതെ, അല്ലെങ്കിൽ ഒരു കുറവുകളും ജീവിതത്തിലെ ഒരു പോരായ്മയും ഒരു കുറവുകളും ഒന്നും അറിയിക്കാതെ സ്വന്തമായിട്ടുള്ള രീതിയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ വളരെയേറെ എന്താ പറയുക, കരുതലോട് കൂടിയിട്ട് അവർക്ക് ആവശ്യമുള്ളതെല്ലാം വാരിക്കോരി നൽകി, അതിലുപരിയായിട്ട് 10 മടങ്ങായിട്ട് സ്നേഹം വാരിക്കോരി നൽകിയാണ് ബ്രിജിത്താമ്മ തൻ്റെ 2 പെൺമക്കളെയും സ്നേഹത്തോടു കൂടി വളർത്തിക്കൊണ്ട് വന്നത്. പെൺമക്കളെ വളർത്തി പെൺമക്കൾ രണ്ടുപേരും പിന്നെ ലിൻസി നന്നായിട്ട് വളർന്നു, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരുന്നു. അവർക്ക് 2 പേർക്കും മെഡിക്കൽ ഫീൽഡിനോടായിരുന്നു 2 പേർക്കും താല്പര്യം. അതുകൊണ്ട് 2 പേരും തിരഞ്ഞെടുത്തത് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുവാനായിട്ടായിരുന്നു തിരഞ്ഞെടുത്തത്. അങ്ങനെ മെഡിക്കൽ ഫീൽഡ് തിരഞ്ഞെടുത്ത് അവർ 2 പേരും നല്ല പ്രശസ്തരായിട്ടുള്ള നല്ല രീതിയിൽ 2 പേരും നേഴ്സിംഗ് എക്സാമിനേഷൻ 2 പേരും ഒരേ സമയത്ത് ഒരുപോലെ തന്നെ പാസ്സാകുകയും ചെയ്തു. അങ്ങനെ നേഴ്സിംഗ് ഫീൽഡ് പാസ്സായി 2 പേരും നേഴ്സിംഗിൻ്റെ പരീക്ഷയൊക്കെ ഉന്നത നിലവാരത്തിൽ പാസ്സായതിനു ശേഷം ഇനി ജോലിക്കുള്ള ശ്രമത്തെക്കുറിച്ചായി ചിന്തിക്കാനായിട്ട് രണ്ട് പേർക്കും ലിൻസിക്കും അവരുടെ ആഗ്രഹം പുറത്തേക്ക് പോവുക, വിദേശത്തേക്ക് പോവുക. വിദേശത്ത് പോയിട്ട് ഒരു വിദേശ ജീവിതം, അത്തരത്തിലുള്ള ജീവിതമായിരുന്നു അവർ ചെറിയ കാലം മുതലേ അവർ ആഗ്രഹിച്ചതും അവരുടെ ഉള്ളിൽ അത്തരത്തിലുള്ള ഒരു ഇഷ്ടമായിരുന്നു ആദ്യം തന്നെ വീരുറച്ചിരുന്നത്. പക്ഷേങ്കിൽ ബ്രീത്താമ്മയ്ക്ക് തൻ്റെ പെൺമക്കളെ കൺവെട്ടിൽ നിന്ന് ദൂരേക്കൊന്നും മകളിലേക്ക് പിന്നെ അയക്കുവാനായിട്ട് അല്പം പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല. തൻ്റെ മക്കൾ തൻ്റെ കൺവെട്ടത്ത് തൻ്റെ മുന്നിൽ തന്നെ വളരണം എന്നുള്ളതായിരുന്നു ആ അമ്മയുടെ ആഗ്രഹം. അതുകൊണ്ട് ഒരിക്കലും മക്കൾ വേറെ ദൂരേക്ക് അകലേക്ക് എവിടേക്കും പോകരുത് എന്ന് വെച്ചാൽ ആറ്റുനോറ്റുണ്ടായ പെൺമക്കളാണ്. അപ്പോൾ അവരെ ദൂരെയൊന്നും പോയി താമസിപ്പിക്കാൻ, അല്ലെങ്കിൽ ജോലിക്കാണെങ്കിലും മറ്റുള്ള എന്ത് കാര്യം വിവാഹം കഴിച്ചിട്ടാണെങ്കിലും പുറത്തേക്ക് പോവുക എന്നുള്ള ആ ഒരു മനോഭാവം അമ്മയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ കുട്ടികളുടെ 2 പേരുടെയും അടങ്ങാത്ത ആഗ്രഹമായിരുന്നു പുറത്തേക്ക് പോവുക എന്നുള്ളത്. അവർ അതിനുവേണ്ടിയുള്ള പരിശ്രമം തുടങ്ങി. അമ്മയോട് കാര്യങ്ങളൊന്നും വളരെ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും ഹോസ്പിറ്റലിൽ അവർക്ക് നാട്ടിൽ ചെറുതായിട്ട് ജോലി ലഭിച്ചുവെങ്കിൽ തന്നെയാണ് ആ സമയത്ത് തന്നെ അവർ പരിശ്രമിച്ചു. 2 പേരും പരിശ്രമിച്ചിട്ട് എക്സാമൊക്കെ എഴുതി പാസ്സാക്കി. 2 പേർക്കും UK അതായത് ലണ്ടനിലേക്ക് 2 പേർക്കും നേഴ്സായിട്ട് 2 പേർക്കും സെലക്ഷൻ കിട്ടി. അത് എല്ലാ പരിപാടികളും ഓക്കെ ആയതിനു ശേഷമാണ് അവർ തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയോട് പറഞ്ഞത്, അമ്മച്ചി ഞങ്ങൾക്ക് നേഴ്സിങ്ങിൻ്റെ പരിപാടികളൊക്കെ ജോലിയുടെ കാര്യമായിട്ട് ഞങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ചാൻസ് ശരിയായിട്ടുണ്ട്, ഞങ്ങൾ ലണ്ടനിലേക്ക് ഞങ്ങൾക്ക് ജോലിയുടെ കാര്യം ശരിയായി ഞങ്ങൾ ലണ്ടനിലേക്ക് പോവുകയാണെന്ന്. അപ്പോൾ ആ ബ്രീത്താമ്മ തകർന്നു പോയി. കാരണം തൻ്റെ കൺവെട്ടത്തിൽ നിന്ന് തൻ്റെ മക്കളെ ഒരിക്കലും ദൂരേക്ക് മാറ്റി അല്ലെങ്കിൽ അകറ്റി മാറ്റി നിർത്തുവാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരമ്മയായിരുന്നു. പക്ഷേ ആ അമ്മയുടെ ആഗ്രഹത്തിന് നേരെ വിപരീതമായിട്ടായിരുന്നു ബ്രിത്താമ്മയുടെ 2 പെൺമക്കളും ആഗ്രഹിച്ചത്. അവർ 2 പെൺമക്കളും അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയത്. അവരുടെ ഭാവിയാണ്, അവരുടെ സുരക്ഷിതത്വമാണ്, അവരുടെ ഇഷ്ടമാണ്, അവരുടെ ജീവിതമാണ്. അങ്ങനെ അവർ 2 പേരും UK പോകാനായിട്ട് തയ്യാറായി. അവർ 2 പേരും അവരുടെ 26-ാമത്തെ വയസ്സിൽ അവർ 2 പേരും UK പോകാൻ തയ്യാറാവുകയും UK വളരെയേറെ നിർബന്ധിച്ച് വളരെയേറെ പറഞ്ഞിട്ടാണ് അവർ അമ്മയെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അവർ UK പോകാനായിട്ട് അവസാനം മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രീത്താമ്മയ്ക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. എന്ത് ചെയ്യാനുണ്ട്? പിള്ളേർക്ക് പുറത്തേക്ക് പോകാനായിട്ട് ആഗ്രഹം, അവർക്ക് അവിടെ പോയി ജോലി ചെയ്യാനായിട്ടാണ് ആഗ്രഹം. അതുകൊണ്ട് അവർ 2 പേരും അതുകൊണ്ട് UK പോകാനുണ്ട്, ലണ്ടനിലേക്ക് പോകാനായി തയ്യാറായി, ജോലിയും റെഡിയായി. പിന്നീട് താൻ വേണ്ട എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് 2 പെൺമക്കളും അതായത് അവരുടെ 26-ാമത്തെ വയസ്സിൽ അവർ 2 പേരും UK ഫ്ലൈറ്റ് കയറി നേഴ്സിൻ്റെ ജോലിക്കായിട്ട് അവർ 2 പേരും പോവുകയും ചെയ്തു. അത്യധികമായ മാനസിക വ്യഥയോട് കൂടിയിട്ട് ഓരോ ദിവസവും ഓരോ രാവും ഓരോ പകലും തൻ്റെ മക്കൾ വരുന്നതും തൻ്റെ മക്കളെ എപ്പോഴാണ് തിരിച്ചു വരുന്നതും കാത്ത് അമ്മയിരിക്കുകയാണ്. കാരണം അവർക്ക് മക്കളോടുള്ള അത്രമാത്രം അവരുടെ സ്നേഹവും പ്രിയതവും എത്രമാത്രം വാക്കുകൾ കൊണ്ട് നമുക്ക് വർണ്ണിക്കാൻ അതീതമായിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു ബ്രിജിത്താമ്മ എന്ന അമ്മയ്ക്ക് തൻ്റെ ലിൻസി എന്നുള്ള 2 മക്കളോടും കൂടിയിട്ട്. അങ്ങനെ പോയതിനു ശേഷം കൃത്യമായിട്ട് 1-ാം വർഷം അവർ തിരിച്ചു വന്നു. അതായത് അവരുടെ 27-ാമത്തെ വയസ്സിൽ അവർ 2 പേരും തിരിച്ചു വന്നപ്പോഴത്തേനും ബ്രിജിത്താമ്മയ്ക്ക് എങ്ങനെയാണ് സന്തോഷം പങ്കുവെക്കേണ്ടത്, എങ്ങനെയാണ് തൻ്റെ ആഹ്ലാദം പങ്കുവെക്കേണ്ടതെന്ന് അറിയത്തില്ല. അവർ മക്കളെ കെട്ടിപ്പിടിച്ച് അമ്മ മണിക്കൂറുകളോളം പിടിച്ചതിൻ്റെ കരഞ്ഞ് അവർക്ക് മക്കളുടെ ഓരോ അംഗോപാംഗം അവർക്ക് കാണണം. എൻ്റെ മക്കളുടെ കൈ വളർന്നു, കാല് വളർന്നു, എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും വേരിയേഷൻ വന്നിട്ടുണ്ട്. കാരണം ആ അമ്മ തൻ്റെ നിഴല് പോലെ തന്നെ തൻ്റെ ഒരു ഭാഗമായിട്ടാണ് 2 പെൺമക്കളെയും തൻ്റെ ഒരു ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗം, തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, തൻ്റെ ശരീരത്തിൻ്റെ ഇടതും വലതുമായിട്ടാണ് ആ അമ്മ തൻ്റെ പെൺമക്കളെ കണ്ടിരുന്നത്. അവർ UK നിന്ന് ആദ്യം വന്നപ്പോഴേക്കും അമ്മ പറഞ്ഞത് കേട്ടത്, അമ്മ അവരുടെ ഓരോ കയ്യ് കാല് എല്ലാം ഓരോ അംഗോപാംഗം അമ്മ നോക്കി
ചിന്തിക്കുകയാണ് തൻ്റെ മക്കൾ, തൻ്റെ കുഞ്ഞുങ്ങൾ എന്തൊക്കെ വളർച്ചകളാണ് അവർക്ക് വന്നത്, എന്തൊക്കെ വേരിയേഷൻസാണ് അവർക്ക് വിദേശത്ത് പോയിട്ട് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാനായിട്ട് അത്രമാത്രം എന്താ പറയുക ഉത്കണ്ഠയിലും ആകാംക്ഷയിലുമായിരുന്നു. അങ്ങനെ 27-ാം വയസ്സിൽ അവർ വന്നപ്പം എടുത്താൻ പറഞ്ഞ മക്കളെ നിങ്ങൾ പോയില്ല, ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും, നമുക്ക് കല്യാണാലോചനയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇവിടെ തന്നെ നമുക്ക് കൂടെ, നിങ്ങൾ പോകണ്ട, അമ്മച്ചിക്ക് നിങ്ങളില്ലാണ്ട് പറ്റില്ല മക്കളെ, അമ്മച്ചിക്ക് നിങ്ങളില്ലാതെ പറ്റത്തില്ല, അമ്മച്ചിയുടെ ജീവനാണ് നിങ്ങൾ, ജീവനല്ല അമ്മച്ചിയുടെ ആത്മാവാണ് നിങ്ങൾ അമ്മച്ചിയെ വിട്ട് പോകേണ്ട മക്കളെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് ലിൻസിയും ഇവിടെ വന്ന് ബ്രീത്താമ്മയുടെ അത്തവണ വന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് വീണ്ടും തിരിച്ചു പോയത്. അങ്ങനെ അവർ തിരിച്ചു പോയതിനു ശേഷം വർഷം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, അവർ മടങ്ങി വന്നില്ല. അവർ പതുക്കെ ആദ്യമൊക്കെ കത്തുകൾ അയക്കുമായിരുന്നു, അല്ലെങ്കിൽ ഫോൺ വഴി അവർ വിളിക്കുമായിരുന്നു. പക്ഷേങ്കിൽ പതുക്കെ അവർക്ക് നാടിനോടും അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട അമ്മയോടും തൻ്റെ ജീവനായിട്ടുള്ള തൻ്റെ ശരീരവും ആത്മാവും ഒക്കെ പകുത്തു നൽകി മക്കളെ തൻ്റെ ഒരു ഭാഗമായിട്ട് തൻ്റെ മക്കളെ കണ്ടിരുന്ന ബ്രീത്താമ്മ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് മക്കൾ അതീവ ദൂരത്തേക്ക് മാറി അകന്നകന്ന് പോകുന്നതായിട്ട് അമ്മയ്ക്ക് ഫീൽ ചെയ്തു. അമ്മ ഓരോ രാത്രികളും ഉറങ്ങാതെ അമ്മ കാത്തിരുന്നു, തൻ്റെ മക്കൾ വരുന്നത് നോക്കി, തൻ്റെ മക്കളുടെ ഫോൺ വിളി നോക്കി, അല്ല അവരുടെ കത്തുകൾ നോക്കി, അല്ലെങ്കിൽ അവരുടെ വരവിനായിട്ട് അവരുടെ മുഖതാവ് ഒന്ന് കാണേണ്ട അമ്മയ്ക്ക് ഇപ്പോഴും അവരുടെ ആ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ആ പ്രസവ സമയത്തെ ലേബർ റൂമിനകത്തുള്ള അതേ മാനസികാവസ്ഥയായിരുന്നു ബ്രീത്താമ്മയ്ക്ക് അന്നും ഇന്നും എന്നും എപ്പോഴും. ഇപ്പോൾ അമ്മയ്ക്ക് 75 വയസ്സായി, മക്കൾക്ക് 2 പേർക്കും ലിൻസിക്ക് 35 വയസ്സായി, അമ്മയ്ക്ക് 70 വയസ്സായി. 70 വയസ്സിലും അമ്മ ആ 35-ാമത്തെ വയസ്സിൽ ആ പ്രസവമുറിയുടെ ഉള്ളിലുള്ള അതേ മനോഭാവത്തോടു കൂടി തൻ്റെ കൈക്കുഞ്ഞുങ്ങളെ എവിടെ, എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ, എൻ്റെ പൊന്നു മക്കൾ എവിടെ എന്നുള്ള അതേ മനോഭാവത്തോടു കൂടിയിട്ടാണ് അമ്മ ഇന്നും ജീവിക്കുന്നത്, ഇപ്പോഴും അമ്മ മുന്നോട്ട് പോകുന്നത്. ആദ്യം 26-ാമത്തെ വയസ്സിൽ അവർ UK ഒന്ന് പോയി മടങ്ങി വന്നതല്ലാതെ പിന്നീട് അവർ തിരിച്ചു പോയിട്ട് ഇതേവരെ ഇത്രയും വർഷമായിട്ട് അവർ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. കാരണം ബ്രീത്താമ്മ തൻ്റെ മക്കളെ കണ്ടിട്ട് നീണ്ട 8 വർഷങ്ങൾ കഴിഞ്ഞു. ലിൻസി ലണ്ടനിൽ പോയി അവരവിടെ സെറ്റിലായി, അവരവിടുത്തെ തന്നെ സിറ്റിസണായിട്ടുള്ള ഓരോരുത്തരെ വിവാഹം കഴിച്ചിട്ട് അവിടെ സുഖമായിട്ട് അവർക്ക് കുട്ടികളുമുണ്ടായി. 2 കുട്ടികളുമായിട്ട് അവരവിടെ ജീവിക്കുകയാണ്, അവരവിടെ താമസിക്കുകയാണ്. അവർ നാട്ടിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ ഭർത്താക്കന്മാരുമായി ായിട്ടുണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ മനോഭാവം അനുസരിച്ചിട്ട് അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയില്ല, തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ പാടില്ല എന്നുള്ള ചിലപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞറിഞ്ഞതാണ്. അത്തരത്തിലുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരവിടെ സെറ്റിലായത്. പക്ഷേങ്കിൽ ഇപ്പോഴും മരിക്കാതെ ഒരു 35-കാരി എന്താ പറയുക, തൻ്റെ കുഞ്ഞുങ്ങൾ പ്രസവിച്ചിട്ട് തൻ്റെ കുഞ്ഞുങ്ങളെ സിസ്റ്റർമാരെടുത്ത് ദൂരേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ അവരെ തുടയ്ക്കാനായിട്ടും അവരെ വൃത്തിയായിട്ടും എടുത്തുകൊണ്ട് പോയിട്ട് പ്രസവിച്ച് കിടക്കുന്ന ആ അമ്മയുടെ അതേ മാനസികാവസ്ഥയിലാണ് 70 വയസ്സായ ബ്രീത്താമ്മ ഇപ്പോഴും തൻ്റെ വീട്ടിൽ കണ്ണുനീര് തോരാതെ കാത്തിട്ട് തൻ്റെ മക്കളോട് കാണാനുള്ള ആ ഹൃദയം പിടയുന്ന നൊമ്പരത്തോടുകൂടി, ഹൃദയം പിടയുന്ന നൊമ്പരം എന്ന് വെച്ചാൽ ഹൃദയം പിടഞ്ഞ് വലിഞ്ഞു മുറുകി പിടഞ്ഞാണ് അമ്മ ഇവിടെ ഇരിക്കുന്നത്. അത്ര വേദനയാണ്, അത്ര വേവലാതിയാണ്. ഞാൻ വലിച്ചു നീട്ടി പറയുകയല്ല, ഞാൻ പിന്നെ എന്താ പറയുക എക്സ്പ്രസീവായിട്ട് പറയുകയില്ല. നമുക്ക് ഒരമ്മയുടെ വേദന എന്ന് പറയുന്നത് തൻ്റെ മക്കളെക്കുറിച്ചുള്ള, തൻ്റെ മക്കളെ കാണാനായിട്ട്, തൻ്റെ മക്കളെ സ്പർശിക്കാനായിട്ട്, തൻ്റെ മക്കളെ അവരുടെ ആ ഒരു എന്താ പറയുക അവരെ ഒന്ന് ആലിംഗനം ചെയ്യുവാനായിട്ട് ഒരമ്മയ്ക്ക് മാത്രം മനസ്സിലാകുന്നൊരു ഫീലിങ്സ് ആണത്. അതെങ്ങനെ എനിക്ക് മനസ്സിലാക്കാനാണ്? എനിക്കതൊരിക്കലും മനസ്സിലാകില്ല, ഞാനൊരു അമ്മയല്ലല്ലോ. പക്ഷേ എനിക്കത് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്ലീസ് റിൻസി നിങ്ങൾ UK അറിയാം, നിങ്ങളുടെ പരിസ്ഥിതി നന്നായിട്ടറിയാം. കാരണം നിങ്ങൾക്ക് അവിടെ 2 പേര് നേഴ്സുമാരാണ്, നല്ല സാലറി ഉണ്ട്, നല്ല രീതിയിൽ വളരുന്ന ആൾക്കാരാണ് നിങ്ങൾ. എനിക്കറിയില്ല, അല്ലെങ്കിൽ ബ്രീത്താമ്മയ്ക്ക് അറിയില്ല, ഇവിടെ ആർക്കും അറിയില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് തിരിച്ചു വന്ന നാട്ടിൽ വന്ന ഈ അമ്മേനെ ബ്രീത്താമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പുണ്യം ചെയ്തവരാണെന്ന് അറിയാമോ? അത്രമാത്രമാണ് ഈ അമ്മയ്ക്ക് നിങ്ങളോടുള്ള ആ പ്രിയതവും അല്ലെങ്കിൽ ആ സ്നേഹവും ആ കരുതലുമൊക്കെ. അമ്മയ്ക്ക് നിങ്ങളെ കാണാതെ അമ്മ വളരെയേറെ വിഷമത്തിൽ അങ്ങനെ ആ ഒരു ഇതിലിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അമ്മ അതിനാണെങ്കിൽ അമ്മയ്ക്ക് എവിടെ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അമ്മ നിങ്ങളുടെ ഒപ്പം വന്നാൽ അമ്മയ്ക്ക് നിങ്ങളും നിങ്ങളില്ലാതൊരു ജീവിതം അമ്മയ്ക്കില്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് അമ്മ ഉറങ്ങാതെ ഓരോ രാത്രികളും 8 വർഷമായി ഒരമ്മ ഉറങ്ങാതെ തൻ്റെ മക്കളെ കാത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്താണ് വിസ്മരിച്ചു പോകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ മറന്നു പോകുന്നത്? നിങ്ങൾ 2 പേരും വിവാഹിതരായി, നിങ്ങൾ 2 പേരും കുട്ടികളുണ്ടായി, അവരുടെ ഒരു ഫോട്ടോ പോലും നിങ്ങൾ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടില്ല. നിങ്ങൾ തമ്മിലുള്ള ഇതിൻ്റെ പിന്നിലുള്ള കാരണമൊന്നും എനിക്കറിയില്ല. അമ്മയ്ക്ക് കണ്ണീര് തോർന്നിട്ട് അമ്മയ്ക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല, അമ്മയ്ക്കൊന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല.
എനിക്ക് എൻ്റെ മക്കളെ കാണണം എന്നല്ലാതെ അപ്പുറത്തേക്ക് അമ്മയ്ക്ക് യാതൊന്നും പറയാനില്ല. അതിനുള്ളിലുള്ള കഥകൾ എന്താണെന്നോ അതിനുള്ളിൽ ഇതിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. ഒരമ്മയോട് ഒരിക്കലും വൈരാഗ്യമോ അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മനോഭാവം വെച്ച് പുലർത്താൻ നിങ്ങൾക്കൊട്ടും സാധിക്കില്ല എന്നറിയാം. ആ അമ്മയ്ക്കൊട്ടും സാധിക്കുകയില്ല. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അമ്മയുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് നിങ്ങളുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ട ലിൻസി, അമ്മ ഇവിടെ കാത്തിരിക്കുകയാണ്. ട്രാവൽ സുനുവിൻ്റെ ഈ അപേക്ഷ നിങ്ങളിലേക്ക് എത്തുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ ഇന്നത്തെ ഈ ഒരു അപേക്ഷയോട് കൂടിയിട്ട് ട്രാവൽ സുനുവിൻ്റെ ഈ കഥ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ മറ്റൊരു സത്യാന്വേഷണവുമായിട്ട്, സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം അറിയിക്കുന്നു. താങ്ക് യു.